നമസ്കാരം. ആനുകാലികത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്കാരം. സർവോ ശബരിമല കേസ് മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം പ്രത്യേക അന്വേഷണ സംഘം ഈ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി 90-ാം ദിവസം എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനിയും പല പ്രമുഖരെയും അറസ്റ്റ് ചെയ്യാനായി ഒരു ഭാഗത്ത് നിൽക്കുന്നു. സന്നിധാനത്ത് വളരെ പ്രധാനപ്പെട്ട പരിശോധനകളുമായി എത്തുന്നു. മറുഭാഗത്ത് സമാന്തരമായി തന്നെ ഇഡിയും കേസെടുത്ത് അന്വേഷണം നടത്തി. ഏകദേശം 20-ലധികം സ്ഥലങ്ങളിലാണ് കേരളത്തിലും കർണാടകത്തിലുമായി ഇഡിയുടെ ഒരു റെയ്ഡ്, സീരീസ് ഓഫ് റെയ്ഡ് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായിരിക്കും ഇനി ഈ കേസിൽ സംഭവിക്കുന്നത്? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മണ്ഡലകാലത്തിൻ്റെ അവസാന ദിനമായിരുന്നു ഇന്നലെ. ഇന്ന് രാജപ്രതിനിധിക്ക് മാത്രമായിരുന്നു അവിടെ ദർശനമുണ്ടായിരുന്നത്. അയ്യപ്പൻ യോഗനിദ്രയിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ ഇന്നലെ രാത്രി വെളുക്കുമ്പോൾ, ഇന്ന് ഒരു പുലരി നമ്മൾ കേൾക്കുന്നത് വളരെ ശക്തമായ ചില വാർത്തകളാണ്. ഒന്ന്, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമടക്കം 21 കേന്ദ്രങ്ങളിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് സംഘം ഇരച്ചെത്തുന്ന കാഴ്ച. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെ ചേർത്ത് അതിശക്ത പരിശോധനകളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടക്കമിട്ടത്. നമ്മൾ ഇന്നലെ വൈകുന്നേരം കിടക്കുമ്പോൾ ഹൈക്കോടതി ഉയർത്തിയ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ചെവിയിൽ മുഴങ്ങിയത്. ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്, ശബരിമലയിൽ നടന്നത് വൻ കൊള്ള, അതെങ്ങനെയെന്ന് ഹൈക്കോടതി അക്കമിട്ട് വളരെ കൃത്യതയോടെ വിവരിക്കുന്നു. സംരക്ഷിക്കേണ്ടവർ കൊള്ളക്കാരായ ആ ചരിത്രം ഇന്നലെ കേരളത്തിന് മുന്നിൽ തുറന്നു കാട്ടുകയായിരുന്നു ഹൈക്കോടതി. SIT നൽകിയ ഇടക്കാല റിപ്പോർട്ട് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയ ഹൈക്കോടതി ഇനി അന്വേഷണം എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു രൂപരേഖയും SITക്ക് നൽകുന്നു. 3 തലത്തിലുള്ള അന്വേഷണം: 2019 കൊള്ള, 2025 കൊള്ള, പിന്നീട് നമ്മൾ അധികം കേൾക്കാത്ത 2017 കൊടിമരക്കൊള്ള. ഈ കൊടിമര കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. അതിനെ സംബന്ധിച്ച് ആധികാരിക വിവരങ്ങളൊന്നും ദേവസ്വം ബോർഡ് അവിടെ സൂക്ഷിച്ചിട്ടില്ല. 2014 ഇത് സംബന്ധിച്ച ചില ആലോചനകൾ ദേവസ്വം ബോർഡിൽ നടന്നു എന്നതിൻ്റെ സൂചനകൾ SITക്ക് ലഭിച്ചു. കൊടിമരം എന്തുകൊണ്ട് അഴിച്ചു മാറ്റാൻ ഒരു തീരുമാനമെടുത്തു? ഈ ചോദ്യമാണ് SITക്ക് മുന്നിലുള്ളത്. അതിന് കാരണമായി അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ SITയോട് പറഞ്ഞത്, പിന്നീട് SIT പ്രാഥമിക പരിശോധന നടത്തിയപ്പോൾ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്, കൊടിമരം ചിതലരിച്ചു, ദുർബലാവസ്ഥയിലായി, അതെപ്പോൾ വേണമെങ്കിലും താഴെ വീഴും എന്നൊക്കെയാണ് അന്ന് ദേവസ്വം ബോർഡിൻ്റെ കണ്ടെത്തൽ. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ കൊടിമരം അന്ന് നിർമ്മിച്ചിരുന്നത് കോൺക്രീറ്റിലാണ്. അതിന് പുറമെ ഈ പറയ്ക്കുപയോഗിക്കുന്ന ചെമ്പ് ഉപയോഗിച്ച് ഇത് വീണ്ടും കവർ ചെയ്തിരുന്നു. അതിന് പുറമെ സ്വർണം പൊതിഞ്ഞിരുന്നു. അപ്പോൾ ഈ സ്വർണം തട്ടിയെടുക്കാൻ കൊടിമരത്തെ ജഡമാക്കി മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ 2017 കൊള്ളയിൽ നമ്മൾ കാണുന്നത്. ഇത് സംബന്ധിച്ച ചില വിശദീകരണങ്ങളൊക്കെ അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവർ നൽകുന്നു. എങ്കിലും ഈ കൊടിമരം താഴെ ഇറക്കുമ്പോൾ ജീവനുള്ള ഒരു കൊടിമരം, ധ്വജം എന്നൊക്കെ അതിനെ നമ്മുടെ വിശ്വാസപരമായി പറയുന്നു. ഈ കൊടിമരം താഴെ ഇറക്കി കഴിയുമ്പോൾ ഇത് ജഡമായി മാറുമെന്നാണ് വിശ്വാസം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു. പിന്നീട് ഇത് മെറ്റലിൽ തീർത്തതാണെങ്കിൽ ഉരുക്കിക്കളയണം, അഥവാ തടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ കത്തിച്ച് കളയണം. അത്തരം ചില ആചാരക്രമങ്ങളുണ്ട്. പിന്നീട് നമ്മൾ കേട്ട ധ്വജാഗ്ര വാഹനം അഥവാ വാജി വാഹനത്തെക്കുറിച്ചുള്ള ചില വിവാദങ്ങൾ, അത് തന്ത്രിക്ക് അന്ന് എങ്ങനെയാണ് കൈകളിലെത്തിയത്? ഇക്കാര്യങ്ങൾ ഇന്നലെ കോടതി വളരെ വിശദമായി പ്രതിപാദിച്ചു. ഇതിനെ തുടർന്ന് SIT ഇന്നൊരു സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. ഈ വാർത്തയും ഇന്നത്തെ പകലുമായി നമ്മൾ ചേർത്ത് വയ്ക്കണം. SIT 2017 കൊടിമരക്കൊള്ളയിൽ പ്രത്യേക FIR ഇട്ട് കേസന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കേസും കട്ടിളപ്പാളി സ്വർണം അപഹരിച്ച കേസും പൂർത്തിയാക്കി അതിൻ്റെ വിശദമായ റിപ്പോർട്ട് കൈമാറുന്നതിനൊപ്പം പുതിയ FIR കൂടി കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ SIT കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം. ഇത് ഈ സംഭവങ്ങളുടെ ഒരു വശം. മറുവശത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്ന് സന്നിധാനത്തടക്കം എത്തിയിരിക്കുന്നു. ഏറ്റവും നടുക്കമുണ്ടാക്കുന്നത് ഭരണകൂടത്തിലുള്ളവർക്കാണ് നടുക്കം, ജനങ്ങൾക്ക് ആശ്വാസമാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി ദേവസ്വം ആസ്ഥാനത്തെ തെളിവുകൾ ശേഖരിക്കലാണ് ഇവരുടെ മുഖ്യ കടമ. ഞാൻ പറഞ്ഞു വന്നത്, 2 തലങ്ങളിലേക്ക് ഈ കേസ് ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നു. ഒന്ന്, 2017 കൊടിമരം, 2014 ആസൂത്രണം. അപ്പോൾ UDFിലേക്ക് അന്വേഷണത്തിൻ്റെ ഒരു ഗതി മാറിയിരിക്കുന്നു. മറുവശത്ത് പൂർണ്ണമായും തകർന്നടിഞ്ഞു നിൽക്കുന്ന LDF ഭരണകൂടം, CPM പ്രമുഖർ.
ഇത് BJP ഒരു വളക്കൂറുള്ള മണ്ണായി കണ്ടു. ഇന്ന് BJP പ്രവർത്തകർ അതിശക്തമായ പ്രകടനവുമായി കടകംപള്ളിയുടെ വീട്ടിലെത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് തൊട്ടു മുന്നിൽ ചാനലുകളിൽ വന്നത്. കടകംപള്ളിയുടെ വസതി വളഞ്ഞുകൊണ്ട് BJP പ്രവർത്തകർ സ്വർണ്ണക്കള്ള കടകംപള്ളി എന്ന് ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കുന്നു. കടകംപള്ളിയിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം എത്തും എന്ന സൂചന BJP കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നു. BJP ഇത് സംബന്ധിച്ച് ചില സൂചനകൾ ഇതിനകം തന്നെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞു. ഇനി കടകംപള്ളി അധികം വാഴില്ല എന്ന്, കടകംപള്ളിയെ വളഞ്ഞു എന്നുള്ള തലത്തിൽ. ചുരുക്കത്തിൽ കടകംപള്ളിയെ വളഞ്ഞു എന്ന് BJP പ്രവർത്തകർ അതിശക്തമായി ആക്രോശം മുഴക്കുമ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 21 കേന്ദ്രങ്ങൾ അരിച്ചുപെറുക്കി അടുത്ത മൂവ്മെൻ്റ് എങ്ങോട്ടേക്കാണ്? ഇപ്പോൾ EDയിൽ നിന്ന് ചില സൂചനകൾ വരുന്നു. ഒന്ന്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല അവരുടെ അന്വേഷണ പരിധിയിലുള്ളത്. ശബരിമലയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ നടന്ന കാണിക്ക ഉൾപ്പെടെയുള്ള വരുമാനം ഏതൊക്കെ തലങ്ങളിൽ ചോർന്നു, അതിൽ എവിടെയൊക്കെ കള്ളപ്പണ ഇടപാടുകളുണ്ട്. ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്ന ഈ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് പലരും തട്ടിപ്പിലൂടെ കൈക്കലാക്കി ഇത് കള്ളപ്പണമാക്കി മാറ്റിയ ഒരു സംശയം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനുണ്ട്. അപ്പോൾ ആ തലത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ UDFിലെ പ്രമുഖരും LDFിലെ പ്രമുഖരുമൊക്കെ വീഴും എന്ന് BJP സ്വപ്നം കാണുന്നത് വെറുതെയല്ല. കാരണം അതിന് പറ്റുന്നൊരു പശ്ചാത്തലം ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. മറുവശത്ത് UDF ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രതികരണവുമായി പ്രതിഷേധവുമായി കളത്തിലിറങ്ങിയിരുന്നില്ല. അപ്പോൾ അവർക്കും ഒരു ഭയം ബാധിച്ചു തുടങ്ങിയെന്ന് BJP ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലാവാം. പക്ഷേ ഇത് UDFിലേക്ക് നമുക്ക് തിരിച്ചു വയ്ക്കേണ്ട ഒരു സമയമല്ല. സാഹചര്യവും ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ ഗതിയും വിവരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തത്. UDFിലെ പ്രമുഖർ പെടുമോ, അതിൻ്റെ അകത്ത് അന്നക്കാലത്തെ ഭരണസമിതിയിലെ അംഗങ്ങൾ ഉൾപ്പെട്ടിരുന്നു, ഇക്കാര്യങ്ങളൊക്കെ SIT ഇനി അന്വേഷണത്തിലൂടെ കണ്ടെത്തണം. അക്കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹം ഇപ്പോഴില്ല, പകരം അജീത് അറയിൽ പ്രതികരണവുമായൊക്കെ രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ അജീത് അറയിലിൻ്റെ പല വാദങ്ങളും ദുർബലമാണ് എന്ന തോന്നൽ പൊതുവെ കേരളത്തിനുണ്ട്. ഇന്നും ഇന്നലെയുമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി ശബരിമല കേന്ദ്രീകരിച്ച് വലിയൊരു കൊള്ള സംഘം പ്രവർത്തിക്കുന്നു. അതിന്നലെ ഹൈക്കോടതി ആ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ശബരിമലയിൽ നടന്നത് വലിയ ആസൂത്രിത കൊള്ളയാണ്, ഇതിനു പിന്നിൽ വലിയ മാഫിയുണ്ട്. ഹൈക്കോടതി പറഞ്ഞത് ഞങ്ങൾ മുൻപ് സംശയിച്ചതുപോലെ ഇതിന് വലിയ മാനങ്ങളുണ്ട് എന്ന് ഉറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ. അതുകൊണ്ട് തന്നെ തീക്ഷ്ണവും ശക്തവും സമഗ്രവുമായ അന്വേഷണം SIT നടത്തണം. സംരക്ഷിക്കേണ്ടവർ ആഴത്തിൽ വേരോട്ടമുള്ള ഒരു മാഫിയ സംവിധാനമായി അവിടെ മാറി. അവരാണ് ഈ കൊള്ളയ്ക്ക് കുടപിടിച്ചത്, അവരാണ് ഈ കൊള്ളയുടെ പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ചത്. നേരത്തെ കപൂർ മോഡൽ ഓപ്പറേഷൻ ശരിവയ്ക്കുന്ന വിധത്തിലുള്ള ചില കണ്ടെത്തലുകളും ഇപ്പോൾ പുറത്തു വരുന്നു. BSSC ചില പരിശോധനകൾ നടത്തിയിരുന്നു ഈ സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം സംബന്ധിച്ച്. വളരെ ടെക്നിക്കലായിട്ടുള്ള റിപ്പോർട്ടാണ് SITക്കും കോടതിക്കും BSSC കൈമാറിയത്. അത്തരം സാങ്കേതികതയുള്ള ആ റിപ്പോർട്ടിനെ പശ്ചാത്തലമാക്കി വലിയ ഒരു വിലയിരുത്തലുകളിലേക്ക് ഇപ്പോൾ കടക്കുന്നത് അതിനുള്ള സമയമായിട്ടില്ല എന്ന് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞു. എന്നിരുന്നാൽ പോലും നമുക്കിപ്പോൾ BSSC റിപ്പോർട്ടിലെ ചെറിയ ഭാഗങ്ങൾ കിട്ടിയതനുസരിച്ച് പ്രതീക്ഷിച്ചതിലും വലിയ കൊള്ള സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സൂചന കൂടി. സ്വർണ്ണപ്പാളികൾ അട്ടിമുട്ടി മാറ്റി എന്ന സംശയം, കാരണം അതിൻ്റെ അകത്ത് ഈ മെർക്കുറി അത്തരം ചില എലമെൻസിനെയൊക്കെ ടെക്നിക്കലായിട്ട് അവർ വിവരിക്കുന്നുണ്ട്. ഇക്കാര്യം കോടതിയും സ്ഥിരീകരിക്കുന്നു. പക്ഷേ കോടതി പറയുന്നു വൈകാരിക തലത്തിലും വമ്പന്മാരുടെ ഇടപെടലുകളും കൊണ്ട് ഇത് വലിയ മാനങ്ങളുള്ളൊരു കേസാണ്, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കിപ്പോൾ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന്. അപ്പോൾ നമ്മൾ കരുതുന്നതിലും അപ്പുറം ഒരു വലിയ കൊള്ളയുടെ പിന്നാമ്പുറ കഥകളാണ് ഇനി അനാവൃതമാകേണ്ടത്. പതിറ്റാണ്ടുകൾ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഹൈക്കോടതിക്ക് ചില ബോധ്യങ്ങളുണ്ട്. 2019-ലും 2025-ലും നടന്ന കൊള്ള മാത്രമല്ല, അതിൻ്റെ പിന്നാമ്പുറ കൊള്ളകളും പരിശോധിക്കണം. ഇവിടെയാണ് ചില സംശയങ്ങൾ നമ്മൾക്ക് മുന്നിലുള്ളത്. ഒന്ന്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അതിശക്തമായി ഇന്ന് കളത്തിലിറങ്ങുകയാണ്. അതിന് പിന്നിൽ രാഷ്ട്രീയം മാത്രമല്ല, ഇന്നലത്തെ ഹൈക്കോടതിയുടെ ശക്തമായ നിരീക്ഷണങ്ങൾ കൂടി ഉണ്ടാകാം. നേരത്തെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ അവർ നടത്തിവെച്ചിരിക്കും. ഹൈക്കോടതി എന്താണ് ഇന്നലെ ഇടക്കാല വിധിയിൽ പറയുന്നത് എന്ന് ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം അതിശക്തമായ നീക്കങ്ങളിലേക്ക് കടക്കാമെന്നായിരിക്കാം ED കണക്കൂട്ടിയത്. ഇപ്പോൾ എല്ലാം ഒരുമിച്ച് വന്നു. ഹൈക്കോടതിയുടെ നിരീക്ഷണം, വിധി, മറുവശത്തെ SITയുടെ ഇടക്കാല റിപ്പോർട്ട്, SITയുടെ പുതിയ FIR, ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം. എന്നാൽ ഇതിലെല്ലാം അപ്പുറം യോഗനിദ്രയിലേക്ക് പോകുന്ന അയ്യപ്പൻ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. ആ യോഗനിദ്ര അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ചൈതന്യം ഇപ്പോഴും കേരളത്തിൽ നിൽക്കുന്നു. ആ വിശ്വാസ സമൂഹത്തിന് മേൽ അത് വർദ്ധിതമായ തോതിൽ നിൽക്കുന്നു. ഈ കഴിഞ്ഞ മണ്ഡലകാലം
ശബരിമലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം വന്ന, ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം വന്ന ഒരു കാലഘട്ടമാണ്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഒഴുകിയെത്തിയ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം പലതും ഓർമ്മപ്പെടുത്തുന്നു. അത് അയ്യപ്പനുള്ള വിശ്വാസികളുടെ ഒരു ഐക്യദാർഢ്യമാണ്. കാരണം അയ്യപ്പനും ഒരു വിശ്വാസിയും ഒന്നായിത്തീരുന്ന ഒരവസ്ഥയാണ് സ്വാമി എന്നുള്ളൊരു സങ്കല്പം, അയ്യപ്പൻ എന്നുള്ളൊരു സങ്കല്പം. അത് വിശ്വാസിയും അയ്യപ്പനും രണ്ടല്ല, ഒന്നാണ്. അപ്പോൾ ആ മണ്ഡലകാലത്തിൽ ആ ചൈതന്യം ഉൾക്കൊണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തിയ അയ്യപ്പ ഭക്തർ ആ അയ്യപ്പ ചൈതന്യം നിലനിർത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ആ പ്രഭാമണ്ഡലം ഇപ്പോൾ കൂടുതൽ തേജസ്സോടെ നിൽക്കുന്നു. ആ പ്രഭാമണ്ഡലത്തിൻ്റെ മുകളിൽ ഇനി ഒരു കള്ളനും ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ സന്ദേശമാണ് നമ്മൾ ഇന്നലെ രാത്രിയിലും ഇന്ന് പകലുമൊക്കെ കാണുന്നത്. നമ്മൾ കണ്ടിരുന്നു. അതായത് ഹൈക്കോടതി ഓരോ തവണ താക്കീത് നൽകുമ്പോഴും ചില കാര്യങ്ങളിൽ വടിയെടുക്കുന്ന സാഹചര്യങ്ങളിലും പ്രത്യേക അന്വേഷണ സംഘം കുറച്ചുകൂടി ചൂടോടുകൂടി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ആകട്ടെ കേന്ദ്ര ഏജൻസി എത്തി. കേന്ദ്ര ഏജൻസി എത്തരുതെന്ന് ശക്തമായി തന്നെ സർക്കാരും അതുപോലെ തന്നെ അന്വേഷണ സംഘവും ആവശ്യപ്പെട്ടെങ്കിൽ പോലും സമാന്തരമായി തന്നെ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ SITയെ സംബന്ധിച്ച് ഇതൊരു വെല്ലുവിളിയാണോ? ഈ രണ്ട് കൂട്ടരും തേടുന്ന പ്രതികൾ അത് ഒരേ ആളുകൾ തന്നെ ആകുമ്പോൾ ഇത് അന്വേഷണത്തിൽ സംസ്ഥാന ഏജൻസിക്ക് വലിയൊരു വെല്ലുവിളിയായി തന്നെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, ഇതിൽ രണ്ട് വെല്ലുവിളികൾ ഇപ്പോൾ SITയുടെ മുന്നിലുണ്ട്. ഒന്ന്, ഇന്നലെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നൊരു കാര്യം, ഈ സ്വർണം എങ്ങോട്ടേക്ക് പോയി? ഗോവർദ്ധൻ കൊണ്ടുപോയ 420 ഗ്രാം സ്വർണത്തിൽ ഒതുങ്ങുന്നതല്ല ഈ കൊള്ളയെന്ന് ഹൈക്കോടതിക്ക് ബോധ്യമുണ്ട്, ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, അയ്യപ്പ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ കൊള്ളയടിക്കപ്പെട്ട അമൂല്യ വസ്തുക്കളും സ്വർണവും എങ്ങോട്ടേക്ക് പോയി? പിന്നീട് സ്വർണ്ണപ്പാളികൾ ഒറിജിനൽ അല്ല എന്ന് ഹൈക്കോടതി ഇന്നലെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി? ആ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ അന്ന് ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞിരുന്ന ആ കവചങ്ങൾ, ഇതൊക്കെ പൂർണ്ണമായി അഴിച്ചെടുത്ത് വിദേശങ്ങളിലേക്ക് കടത്തിയെന്ന നമ്മുടെ സംശയം ബലപ്പെടുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വെളിപ്പെടുത്തലുകളും. നമ്മൾ കരുതുന്നതിലും വലിയ മാഫിയ അതിന് പിന്നിലുണ്ട്. ഇല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തത്ത പറയുന്ന പോലെ ഇതെല്ലാം വിളിച്ചു പറയും. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനുമൊക്കെ ഇതൊക്കെ വിളിച്ചു പറയും. അപ്പോൾ അവർ പോലും ഭയപ്പെടുന്ന വലിയ വമ്പൻ സ്രാവുകൾ പുറത്തു നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും പത്മകുമാർ പേ പിടിച്ച് കരയുന്നത്, ഇപ്പോഴും N വാസുവിനെ പോലുള്ളവർക്ക് സുബോധം നഷ്ടപ്പെടുന്നത്. നമുക്കറിയാം, ശങ്കർദാസ് ഒരു സ്വകാര്യ ആശുപത്രി, അതും പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ ICUയിൽ വളരെ സുരക്ഷിതനാണെന്ന് അദ്ദേഹം കരുതി. പക്ഷേ അദ്ദേഹത്തെ അവിടെ കയറി അറസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലെത്തിയ SIT. ആശുപത്രി അധികൃതർ ഭയപ്പെട്ടു, ഡോക്ടർമാർ ഭയപ്പെട്ടു. മറുവശത്ത് അതേ ആശുപത്രിയിലെ ICUയിൽ അറസ്റ്റിന് ശേഷം തുടരാം എന്ന് ശങ്കർദാസിൻ്റെ ആളുകൾ കണക്കുകൂട്ടി. എന്നാൽ ജയിൽ ഡോക്ടർ പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റില്ല, മെഡിക്കൽ കോളേജിലേക്ക് വരണം. കാരണം ജയിൽ പുള്ളി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള വ്യക്തിയാണ്, അത് മെഡിക്കൽ കോളേജിലേക്ക് പോകണം. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നു എന്നും എക്കാലത്തും ഇവിടെ സൂക്ഷിക്കേണ്ടതായി വരില്ല. അപ്പോൾ ജയിലഴിക്കുള്ളിലേക്ക് ശങ്കർദാസും പോകും. അവിടെ സ്വകാര്യ ആശുപത്രിയിൽ ഇട്ട ICUവിനെ കുറിച്ച് പോലും കോടതി ചില സംശയങ്ങൾ ഉയർത്തി. ഇതൊക്കെ സെറ്റപ്പാണോ എന്നുള്ള സംശയം. ചുരുക്കത്തിൽ ആർക്കും ഒരു കള്ളനും ഒരിടത്ത് പൊളിച്ചിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എപ്പോഴും നമ്മൾ ഈ വമ്പൻ സ്രാവുകൾ കളത്തിൽ വീഴുന്നത് എല്ലാറ്റിനും ഒടുവിലായിരിക്കും. അതുകൊണ്ട് വമ്പൻ സ്രാവുകളെ ആകെ പുകച്ച് അതിനെ കോർണർ ചെയ്ത് കോടതിയും അയ്യപ്പനും ഇതിലപ്പുറം അന്വേഷണ സംഘവും ഒക്കെ ചേർന്ന് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഭയാനക കാഴ്ചകളായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്നാൽ നമുക്ക് മുന്നിലെത്തുക. അപ്പോൾ എന്തായിരുന്നാലും അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ കേവലം ഒരു 500 ഗ്രാം സ്വർണത്തിന് വേണ്ടി ആയിരിക്കില്ലല്ലോ ഈ ഒരു കൊള്ള നടത്തിയിട്ടുള്ളത്. കാരണം ഗോവർദ്ധൻ തന്നെ പറയുന്നു താൻ ലക്ഷക്കണക്കിന് രൂപ അയ്യപ്പന് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേവലം കോടികൾ അടിച്ചു മാറ്റാൻ വേണ്ടി നടത്തിയ ഒരു കൊള്ളയായിരിക്കില്ലല്ലോ. ഒരു 70 പവൻ സ്വർണം കൈക്കലാക്കാൻ വേണ്ടി ശബരിമലയെ ടാർഗറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണല്ലോ എല്ലാവരും സംശയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്തോ ഒരു വലുത്, എന്തോ നമ്മൾ ഇതുവരെ കാണാത്ത പലതും ശബരിമലയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള സംശയങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അല്ല, ഹൈക്കോടതി അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സ്വർണം അപഹരിച്ചത് മാത്രമല്ല, ശബരിമലയിൽ നടന്ന സമഗ്ര കൊള്ളയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം. ഈ ഹൈക്കോടതി ആദ്യം നമുക്കറിയാം ദേവസ്വം വിജിലൻസിനോട് പറയുന്നത് ഭരണപരമായ ചില വീഴ്ചകൾ അന്വേഷിക്കാനാണ്. വളരെ നിസ്സാരമായ നടപടിക്രമങ്ങളിലൂടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. പിന്നീട് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞൊരു വാക്കുണ്ട്, പണ്ടോറയുടെ പെട്ടി. പിന്നീട് പണ്ടോറയുടെ പെട്ടി തുറന്നതുപോലെ ഭയപ്പെടുത്തുന്ന പല കാഴ്ചകളും ഹൈക്കോടതി കാണുന്നു, കേരളം കാണുന്നു. അതിന് പിന്നാലെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ അത് കോടതിക്ക് പോലും വലിയ അതിശയം തോന്നി. കാരണം ശബരിമലയിൽ നടന്നത് ആസൂത്രിത കൊള്ളയെന്ന് നാളുകൾക്ക് മുൻപേ അങ്ങനെയാണ് ഹൈക്കോടതി ഉറപ്പിക്കുന്നത്. പിന്നീട് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അവരെ കളത്തിലിറക്കി അന്വേഷണത്തിന് നിയോഗിക്കുമ്പോൾ
ഇത്ര വലിയ ഒരു ഭയാനക കൊള്ളയിലേക്ക് കടക്കുമെന്ന് ഒരിക്കലും കേരളം കരുതിയില്ല. ഇത് ശബരിമലയിലെ കുറേ അധികം സ്വർണം മാന്തിയെടുത്ത് കൊണ്ടുപോയ ഒരു നിസ്സാര സംഭവം എന്നൊക്കെയുള്ള തലത്തിലാണ് ആദ്യ മാധ്യമങ്ങൾ പോലും ഈ വിഷയത്തെ പരിഗണിച്ചത്. പക്ഷെ പിന്നീട് പണ്ടോറയുടെ പെട്ടിയിൽ നിന്ന് ഭയാനകമായ പലതും പുറത്തു വരുന്നു. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ, ചരിത്രാതീത പാരമ്പര്യമുള്ള വിശ്വാസ സംബന്ധിയായ പ്രഭാമണ്ഡലത്തിൽ പോലും അവർ ഉപയോഗിച്ചിരുന്ന അപൂർവ വസ്തുക്കൾ, ഇതൊക്കെ ഭയാനകമായ തലത്തിൽ കൊള്ളയടിക്കപ്പെട്ടു. ഇതൊക്കെ വിദേശത്തേക്ക് കടത്തി. എല്ലാറ്റിനും ഒടുവിൽ നമ്മൾ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞതിനെ പിന്നീട് എല്ലാവരും ചേർന്ന് തള്ളിക്കളഞ്ഞുവെങ്കിലും അതിലേക്കൊക്കെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഇത്തരം പല സംഭവങ്ങളും വിദേശങ്ങളിൽ പോലും ഉൾപ്പെടുന്ന വലിയ മാഫിയ കണ്ണികളുടെ ഇടപെടലുകളുണ്ട്. ശബരിമലയിൽ നടന്ന കൊള്ള അത് പുറം ലോകത്തെത്തിക്കണമെന്ന് അയ്യപ്പന് നിശ്ചയമുണ്ട്. യോഗനിദ്രയിലായ അയ്യപ്പൻ ഇതൊക്കെ അറിയുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ കാണുന്ന അത്ഭുതം അതിൻ്റെ കൂടി ഒരു അനന്തരപത്രമാണ്. ഇപ്പോൾ ED അന്വേഷണം നടക്കുന്നു, ഇനി CBI അന്വേഷണം അതുകൂടി അത് സ്വാഭാവികമായി വരും. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റിപ്പോർട്ടുകൾ മുഴുവൻ ആഭ്യന്തര മന്ത്രാലയത്തിലെത്തും, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ കേസിൽ ഒരു CBI അന്വേഷണം വേണം. കാരണം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് പടർന്നു കിടക്കുന്ന വേരുകളുള്ള വലിയൊരു മാഫിയാണ്. ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഈ മാഫിയ കണ്ണികളുണ്ടാകും. അങ്ങനെയെങ്കിൽ CBI അന്വേഷണം അത് അനിവാര്യമാണ് എന്നവർക്ക് ബോധ്യം വരും. മറുവശത്ത് ഇത് വലിയൊരു BJP ആയുധമാക്കി ഉപയോഗിക്കുന്നു. BJP ഓരോ ദിവസവും ഇനി ശബരിമല കൊള്ളയിലായിരിക്കും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും മുന്നോട്ട് കൊണ്ടുപോവുക. ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ്റെ വസതിക്ക് മുന്നിൽ BJP ആർത്തിരമ്പുന്നു എങ്കിൽ അതൊരു സൂചനയാണ്, കൃത്യമായ സൂചനയാണ്. അത് സാമ്പിൾ ഡോസാണ്. ഇനി അത് കൂടുതൽ ശക്തി ആർജിക്കും. അവർ ഒരുപക്ഷെ ഇതുവരെ ഈ പ്രതിഷേധങ്ങളിലേക്ക് കടുത്ത ഒരു പ്രചരണങ്ങളിലേക്കും കടക്കാതിരുന്നത് ഇലക്ഷന് വേണ്ടി കരുതി വച്ചിരുന്ന ഒരു ആയുധമെന്ന നിലയിലായിരിക്കാം. അതായിരിക്കാം ഇന്ന് പെട്ടെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അതിശക്തമായ പരിശോധനകൾ, മറുവശത്ത് അതിനെ സാധൂകരിക്കുന്ന തലത്തിൽ ഇന്നലത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ. എന്തായാലും നമുക്ക് മുന്നിൽ അത്ഭുതങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ അന്വേഷണം സംസ്ഥാന ഏജൻസിയുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ള സൂചന കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ അന്താരാഷ്ട്ര ഏജൻസികൾ, അന്താരാഷ്ട്ര സംഘങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നെങ്കിൽ ഇന്റർപോളിന്റെ സഹായം വേണം. അതിന് CBI തന്നെയായിരിക്കണം മുൻപന്തിയിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അന്വേഷണം വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന്, ഇനിയും വമ്പന്മാർ അകത്താകും എന്ന കാര്യത്തിൽ സംശയം. കടകംപള്ളിയിലേക്ക് എത്തി നിൽക്കുന്നു, അതാണ് ഈ നിമിഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്താകും വരും ദിവസങ്ങൾ എന്നുള്ളത് തന്നെ കാണാം. നന്ദി, നമസ്കാരം.